ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമാണ്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ റമദാൻ മാസം പോകാനായിട്ട് ഒരു പാടില്ല. ഇതാ പറയുന്നതിന് മുമ്പ് പെരുന്നാൾ എത്തും. ഇന്നത്തെ നമ്മുടെ നോമ്പ് തറ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ ചൗവരി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടി പിസ്തായുടെ എസൻസാണ് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ ചിക്കൻ വെക്കാൻ വേണ്ടിയാണ്. കുറച്ച് കടുവിട്ട് പൊട്ടിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് സവാള പച്ചമുളക് ഒക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. തോനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ തിളച്ച് മറിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ്. നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മധുരത്തിന് അനുസരിച്ച്, ഞാനിവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 4 സ്പൂൺ അങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് തന്നെ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് എണ്ണ പലഹാരം ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് പിള്ളേർക്ക് വയറുവേദനയൊക്കെയാണ്. അപ്പം മാക്സിമം എണ്ണയില്ലാത്ത പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ രാവിലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എണ്ണയില്ലാത്ത പലഹാരം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അതിനുശേഷം ഞാൻ ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ഒരല്പം വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തേച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു സ്പൂൺ ബാറ്റർ, ഒരു സ്പൂണല്ല ഒരു തവി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ മാവ് വേവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. മുന്തിരിങ്ങയോ ഒക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. നമുക്കത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്നതിന് മുമ്പേ നെയ്യുണ്ട് ഒന്ന് മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ലതുപോലെ കിട്ടും. നല്ലതുപോലെ കിട്ടുമെന്ന് വെച്ചാൽ അത് ഇളവിയൊന്നും പോകത്തില്ല, ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് നെയ്യും കൂടെ തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കണ്ട. ഇനി നമ്മുടെ ഇഫ്താർ ഡ്രിങ്കിനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചവ്വരിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം, ചവ്വരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരല്പം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസോ പിസ്ത എസൻസോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.